ജിൻഡോയ്ക്ക് ആർജവമുണ്ടെങ്കിൽ ജിൻഡോ ആണ് ആദ്യം ഈ വിഷയം ഉന്നയിച്ചത്. ചർച്ചയിലിറക്കല്ലേ നിങ്ങളൊക്കെ പാർട്ടികളും അതിനൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ സമരം ചെയ്തത് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമായിരുന്നില്ല. ഈ പറയുന്ന അസംഖ്യം ചാപ്പ് ആതങ്കവാദി, മറ്റേ എന്താണ് ആന്തോളൻ ജീവി, ഈ പറയുന്ന സോക്കോൾഡ് കുറേ അധികം നാൾ പറഞ്ഞ് പഴകി തേഞ്ഞുപോയ ചാപ്പുകളോട് കൂടിയാണല്ലോ. ആ സമരം മുതൽ അവഗണിച്ചവരാണ് ഈ പറഞ്ഞ സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ. ഇന്നലെ ഒരു ചർച്ചയ്ക്ക് തലക്കെട്ട് ഞാൻ കാണുമായിരുന്നു. വൈ രാഹുൽ ഗാന്ധി ഈസ് അൺഹാപ്പി എന്നതാണ് ചർച്ചയ്ക്ക് തലക്കെട്ട്. അതിന് ഹിന്ദി വാക്ക് എന്താണെന്ന് അറിയില്ല. ഉളുപ്പ് എന്ന വാക്കിന് ഹിന്ദി എന്താണെന്ന് അറിയില്ല. ആ വാക്കൊക്കെ ഈ പറഞ്ഞ സോക്കോൾഡ് മാധ്യമങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവുമോ ആദർശം സജി? അതായത് ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ കേരളത്തിൽ SFIക്കാർ DYFIക്കാർ എവിടെ ആയിരുന്നു? അത് അദ്ദേഹം ചില മാധ്യമങ്ങൾ മാത്രം കാണുന്നത് കൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നൊരു തെറ്റിദ്ധാരണയാണ്. വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് രാജ്യത്തെമ്പാടും ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആദ്യം ചെന്നെത്താൻ സമരം ചെയ്യാൻ ഈ വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ 10 വർഷത്തെ 12 വർഷത്തെ BJP സർക്കാരിൻ്റെ നേട്ടം എന്താണ്? കഴിഞ്ഞ 10 വർഷത്തെ ഇപ്പം നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് BJP സർക്കാർ പുറത്തുവിടുന്ന റിപ്പോർട്ടാണല്ലോ. എന്താ എഴുതിയിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംസ്ഥാനമുള്ള സംസ്ഥാനം ഏത്? കേരളം. ഉത്തരം കേരളം. അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെ പുറത്തുവിടുന്ന കുറച്ച് റിപ്പോർട്ടുകൾ കൂടെ വായിച്ചു നോക്കിയാൽ കേരളം ഈ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാരിന്റെ 10 വർഷം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കും. മറ്റൊന്ന് ഇനിയിപ്പോ നല്ല മെച്ചപ്പെട്ട നിലയിൽ കണ്ട 22 വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കി, 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി. ഇതെല്ലാം പറയുമ്പോ മെച്ചപ്പെട്ട നിലയിലാണ് വഴിതിരിച്ചു വിടാം. കാരണം ഈ പെശക് എന്തിനാ മറുപടി? യാഥാർത്ഥ്യമല്ലേ? നീതി ആയോഗ് റിപ്പോർട്ട് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് നടക്കുന്നത്, അല്ലല്ലോ. സംസ്ഥാന സെക്രട്ടറിക്ക് ഒരേ സമയം 2 ഡിഗ്രി കിട്ടിയത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മികച്ചതായതുകൊണ്ടാണ്. സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്ക് 2 ഡിഗ്രി ഉണ്ടായത്, 2 ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പഠിക്കാൻ സാധിച്ചത് പക്ഷേ നീതി ആയോഗ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം 1-ാം സ്ഥാനത്താണ് എന്ന് പറയുന്നത് AKG സെന്ററിൽ തയ്യാറാക്കിയ റിപ്പോർട്ടല്ല. അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കേരളത്തിലെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നന്ദു നീതി ആയോഗിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നമ്പർ 1 ആണ് എന്ന് കണ്ടെത്തിയത് കേന്ദ്ര സർക്കാരാണെന്നേ. അതൊന്നും അല്ലല്ല. നീതി ആയോഗ് പറയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നമ്പർ 1 ആണ്. കേന്ദ്ര റിപ്പോർട്ടാണോ? അതൊക്കെ പറഞ്ഞു കൊടുത്തേക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 12 വർഷത്തെ BJP സർക്കാരിന്റെ നേട്ടം നമ്മളൊന്ന് പരിശോധിക്കുക. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നിങ്ങളുടെ സർക്കാർ പാർലമെന്റിൽ കൊടുത്ത റിപ്പോർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. 1,20,000 സർക്കാർ സ്കൂളുകൾ പൂട്ടി. ഇന്ത്യയിൽ ഇപ്പോഴും 6 ലക്ഷം വരുന്നത്. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എന്നാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. 6 ലക്ഷം വരുന്ന സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് സംവിധാനം ഇല്ല. 1 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ സ്കൂളുകളിൽ എന്താ ഒരു ടോയ്ലറ്റ് ഇല്ല. ഒരു ടോയ്ലറ്റ്. ഇതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ യാഥാർത്ഥ്യം എന്നുള്ളത്. നിങ്ങൾ അത് മനസ്സിലാക്ക്. കേരളത്തിലെ നിങ്ങൾ വിമർശിക്കാൻ പോകുന്നതിനപ്പുറം നിങ്ങൾ ഈ BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ പോകുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശിൽ പൂട്ടിയ സ്കൂളുകളുടെ എണ്ണം 27,000. തെറ്റുണ്ടെങ്കിൽ പറ, കേസ് കൊടുക്കുക. നിങ്ങളുടെ സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അത് പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ പറ, തെളിവ് തരാം. അപ്പൊ ഈ നിലയിൽ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ അല്ല ഞാൻ പറയുന്നത് UP-മായോ മധ്യപ്രദേശുമായോ കേരളത്തിലെ മറ്റേതെങ്കിലും സംസ്ഥാനവുമായോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അതിന് കമ്പാരിസൺ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അണ്ടർസ്റ്റുഡ് അല്ലേ ആദർശ്? അതിൽ ഡിബേറ്റിന്റെ കാര്യമില്ലോ. ഈ പറയുന്നത് ഇപ്പൊ BJP-യിൽ ഉണ്ടോന്ന് അറിയില്ല, ഇപ്പൊ RS ഉണ്ടോന്നും അറിയില്ല. പക്ഷേ ഇവരുടെ ഈ ഒരു ബുദ്ധിജീവി, ഒരു ഇന്റലക്ച്വൽ സെൽ ആയിരുന്ന ഒരാൾ പറഞ്ഞാൽ കേട്ടു. അതായത് അദ്ദേഹത്തിന്റെ പക്കലാണ് അധികാരമെങ്കിൽ ഞാൻ 4 സ്ക്വയർ കിലോമീറ്റർ ദൂരത്ത് കർഫ്യൂ ഏർപ്പെടുത്തും, ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും, ആളുകൾ ചിതറിയോടും, കുറേ പേര് മരിക്കും, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും, ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ കൊണ്ടുപോകും, 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും, സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. ഇവരുടെ ഒരു പഴയ ITSL ബുദ്ധിജീവി പറയുന്നതാണ് കേട്ടോ ജിൻഡോ. ഭാഗ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ലോ അവിടെ. TG മോഹൻദാസ് അല്ലേ അയാൾ അതിലും വലിയ വിവരക്കേടും പറയും, വൃത്തികേടും പറയും. അത് കേട്ട് കൈയടിക്കാൻ കുറേ സോക്കോൾഡ് ബുദ്ധിജീവികൾ, സംഘപരിവാർ ബുദ്ധിജീവികൾ ഇരിപ്പുണ്ട്. ഇതുപോലെയുള്ള കള്ളക്കളവന്മാരൊക്കെ ആ ജന്തർ മന്ദറിൽ സമരം നടക്കുന്ന പിള്ളേരുടെ അടുത്തേക്ക് എന്നായിരുന്നെങ്കിൽ അവന്മാർ കൈകാര്യം ചെയ്ത് വിട്ടാനെ അവരെല്ലാവരും കൂട്ടിയിട്ട്. വെറുതെ ഈ 4 ചുമരിൻ്റെ അകത്ത് അടച്ചിരുന്നിട്ട് ഈ തള്ളാനല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ 12 വർഷം ഈ രാജ്യം ഭരിച്ചു ഇവരുടെ 56 ഇഞ്ച് നെഞ്ചുകാരൻ. എന്ത് നേട്ടമാണ് ഉണ്ടായത്?
ഇപ്പോഴും ജവഹർലാൽ നെഹ്റുവിനെ കുറ്റം പറയും, മഹാത്മാഗാന്ധിയെ കുറ്റം പറയും, ഇന്ദിരാഗാന്ധിയെ കുറ്റം പറയും. ഇപ്പോൾ ഇവിടെ നന്ദു തന്നെ പറഞ്ഞ സ്വാതന്ത്ര്യ സമര കാലത്ത് പങ്കില്ലാത്ത പിതാക്കന്മാർ, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അത് സംഘപരിവാറിനെ കുറിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കണ്ണാടി നോക്കിയിട്ടുണ്ടാവും. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കില്ലാത്തത് സംഘപരിവാറിന് മാത്രമാണ്. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് ഷൂ നക്കി തിരക്കിൽ ഒളിസേവ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ധീര ദേശാഭിമാനികൾ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് ഇവർ വേറെ കുറേ പണികളിലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ടായിരിക്കും അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. 1977 ഫെബ്രുവരിയിലും 78 ജനുവരിയിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതേ ഇന്ദിരാഗാന്ധി തന്നെ അടിയന്തരാവസ്ഥ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നെങ്കിലും പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കുണ്ടായ കെടുതികളുടെ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷം രാജ്യത്തെ മനുഷ്യർക്കുണ്ടായ ഏതെങ്കിലും കെടുതിയിൽ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി ഇന്ദിരാഗാന്ധിയുടെ സമരത്തെ അഡ്രസ്സ് ചെയ്ത രീതിയെക്കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞു. SFIക്കാർ ഇന്ദിരാഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ സമരം ചെയ്തപ്പോൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ആ പ്രമേയം, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള പ്രമേയം കേൾക്കുകയും ആ സമരക്കാരോട് സംസാരിക്കാനുള്ള ജനാധിപത്യ മര്യാദ കാണിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പട്ടിണി കിടന്ന വാങ്ചുക്കിൻ്റെ അച്ഛൻ സോനം വാങ്ങിയാൽ സമരം കിടന്നപ്പോൾ അങ്ങോട്ട് നേരിട്ട് ചെന്ന് ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്ധി സംഭാഷണം നടത്തിയ ആളാണ് ഇന്ദിരാഗാന്ധി. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും റോയും അതുപോലെ പാർലമെന്റും അതുപോലെ ഈ പറഞ്ഞ എല്ലാ ഉപദേശികളും അടിയന്തരാവസ്ഥ പിൻവലിക്കരുത്, തോറ്റുപോകുമെന്ന് പറഞ്ഞിട്ടും തോറ്റാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിൻവലിച്ച ജനാധിപത്യ ബോധം കൂടി ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. 50 വർഷം മുമ്പുള്ള അടിയന്തരാവസ്ഥ കുറ്റം പറയാതെ കഴിഞ്ഞ 12 വർഷം ഈ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടത്തി രാജ്യത്തെ മനുഷ്യരെ എല്ലാ രീതിയിലും വേട്ടയാടുന്ന നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ഒരു തെറ്റ് താങ്കൾ കണ്ടിട്ടുണ്ടോ? ഒരു തെറ്റും കാണുന്നില്ലെങ്കിൽ താങ്കളുടെ കണ്ണട അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ കണ്ണടയാണ്. അപ്പോൾ താങ്കൾ വീണ്ടും സ്വാതന്ത്ര്യ സമരകാലത്ത് പിന്തുണയ്ക്കാത്ത പിതാക്കന്മാരെ കുറിച്ച് പറയുന്നു. പിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ പശുവിനെയും കാളയും കാണുമ്പോൾ അച്ഛനും അമ്മയും എന്നൊക്കെ വിളിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നാം. പക്ഷേ ഈ രാജ്യത്തിന്റെ ചരിത്രം സമരങ്ങളുടെയും പദയാത്രകളുടെയും പോരാട്ടങ്ങളുടെയുമാണ്. ഒരു കാലത്തും ആ പോരാട്ടങ്ങളുടെ ഒപ്പം സത്യസന്ധമായിട്ട് പോരാടിയ ചരിത്രം സംഘപരിവാറിന് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ TG മോഹൻദാസിനെ പോലുള്ള ആളുകൾ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട, അത്ഭുതപ്പെടാനുമില്ല ഹാഷ്മി. ഇതുപോലെയുള്ള കുറെ ബുദ്ധിജീവികൾ, സംഘപരിവാർ ബുദ്ധിജീവികൾ തള്ളിക്കൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ പ്രായം കൂടുന്നതിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന പൂതി പുറത്തു വരുന്ന വെടിവെച്ച് കൊന്നുകളയണം എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം ഒഡാസിറ്റി ഉള്ളിൽ ഉണ്ടാവണം, എത്ര പേർ ആഗ്രഹമാവണം. അത് അല്ല ഹാഷ്മി, അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. ആ കുട്ടികൾ ഉയർത്തിപ്പിടിച്ച പോസ്റ്ററില്ലേ TG മോഹൻദാസിന്റെ പിതാമഹന്മാരുടെ മാത്രമല്ല ഈ രാജ്യം എന്നുള്ളതാണ് അതിനുള്ള മറുപടി. മനസ്സിലായില്ലേ? ബാക്കി ആ കുട്ടികൾ പറഞ്ഞു അങ്ങനെ തന്നെ പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇവർ വിചാരിച്ചിരിക്കുന്ന ഇവരുടെയൊക്കെ തറവാട്ട് സ്വത്താണ് ഇന്ത്യ മഹാരാജ്യം എന്നാണ്. ഇവന്മാർ എന്ത് തേങ്ങയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ 12 വർഷമായിട്ട്? ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്വം ഇവർക്കല്ലേ? 22 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ 22-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. 6 മാസത്തിനിടയിൽ 10-23 മനുഷ്യർ മരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 193 മനുഷ്യർ മരിക്കുന്നു. അതിന് ഉത്തരവാദിത്വം പറയണ്ടേ? അല്ലാതെ ചുമ്മാ പാതിരാത്രിക്ക് എതിരായിട്ട് സെൽഫി വീഡിയോ ഇട്ട് കളിച്ചാൽ മതിയോ? പാർലമെന്റിൽ മറുപടി പറയാതെ ഓടി വിളിച്ച ആളുടെ പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുക. ഒരു സ്പോണ്ടേനിയസ് പ്രസ് മീറ്റിന് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഭീരുക്കളാണ് ഇവര്. സവർക്കർ സ്വന്തം നിലയിൽ സ്വയം ധീരൻ എന്ന് വിളിച്ച പോലെ നരേന്ദ്രമോദിയും അയാളുടെ കൂടെ നിൽക്കുന്ന കുറെ ആളുകളും ധീരൻ എന്ന് വിളിക്കുന്നു. ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ രാജ്യദ്രോഹിയുടെ ദേശദ്രോഹിയുടെ പേരാണ് നരേന്ദ്രമോദി. ഈ രാജ്യത്തെ സകല മനുഷ്യരും ജാതിയുടെ, മതത്തിന്റെ, ഭാഷയുടെ, വിശ്വാസത്തിന്റെ, ഭക്ഷണത്തിന്റെ ഒക്കെ പേരിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണ്. നന്ദുവിന്റെ മാത്രം പ്രധാനമന്ത്രി, നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഇനി ആ പറയുന്ന ഹിന്ദു മുസ്ലിം നറേറ്റീവ് ആരെങ്കിലും അവിടെ ഇറക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ പിള്ളേർ പോയി പണി നോക്കാൻ പറഞ്ഞേ. അതൊന്നും ഇനി വരുന്ന കാലത്ത് ഈ പറയുന്ന സമരക്കാരെ ഹിന്ദുക്കളാക്കി മുസ്ലിങ്ങളാക്കി അവരെ ഡിവൈഡ് ചെയ്ത് തമ്മലടിപ്പിച്ച് ഇല്ലാതാക്കാം എന്ന് പറയുന്ന എല്ലാ കാലത്തെയും നറേറ്റീവിന്റെ അന്ത്യകൂദാശ നടത്തി ജന്തർ മന്ദർ കുട്ടികൾ. ശ്രീ നന്ദു, ഇതിപ്പം അന്ന് ലളിത് മോദി സമരക്കാലത്ത് ഇത് മന്ത്രിമാരെ രാജിവെച്ച് പോകാൻ ഇത് UPA സർക്കാർ NDA സർക്കാരാണ് എന്ന് പറഞ്ഞതാണ്. അപ്പം നോ റിസൈനേഷൻ പോളിസി NDA സർക്കാരിന്റെ പോളിസിയായിരുന്നു. പോട്ടെ, ഒന്നാമത്തെ കാര്യം. 2, ഈ പറയുന്ന അയോധ്യയിൽ നാണം കെട്ട സംഭാവന കൊള്ളയുണ്ടായി. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ആ പഴയ സംവിധാനം പറഞ്ഞ പണ്ടത്തെ മുഗൾ കാലം പറയാം, അടിയന്തരാവസ്ഥ കാലം പറയാം, സിഖ് വിരുദ്ധ കൂട്ടക്കൊല പറയാം, ഗുജറാത്ത് കൂട്ടക്കൊല പറയാം, അതിലെ രാഷ്ട്രീയ ചർച്ചകൾ പറയാം, ഒക്കെ നമുക്ക് പറയാം. അത് രാജ്യം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ച. പക്ഷേ ഇപ്പം കളം മാറി, സിനേറിയോ മാറി. ഇത് രാഷ്ട്രീയ ചർച്ചയല്ലെന്നേ. ഒരു കൂട്ടം കുട്ടികൾ കോക്രോച്ച് എന്നൊരൊറ്റ പദാവലിയിൽ പ്രൊവോക്ഡായി ആൾ കൂടുന്നു. അവർ ഒരു സമരം പോലെ ഇരമ്പുന്നു, ജന്തർ മന്ദറിലേക്ക് വരുന്നു. അവരെ നോക്കി നിങ്ങൾ ഈ പഴയ രീതിയിൽ ആതങ്കവാദി, ഈ പറയുന്ന മറ്റേ ചാപ്പ സകലതും കിടക്കുന്നു, അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് മുന്നിൽ ആത്യന്തികമായി നിങ്ങളുടെ നോ റെസിഗ്നേഷൻ പോളിസി അട്ടത്ത് വെച്ച് രാജിവെച്ചോട് രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ. അതിനെ നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു പറ നന്ദു. നമുക്ക് ചരിത്രത്തിലേക്ക് പിന്നെ പോവാം.
അല്ല, ചരിത്രത്തിലേക്ക് പോയിട്ട് കുറച്ച് ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഉറപ്പായും വരും. കാരണം ഈ ജിൻഡോയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ആടിനെ പട്ടിയാക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചില്ല. പഴയ കാലമല്ലെന്ന്. ഈ പറയുന്ന ഇംഗ്ലീഷ് പ്രഭുക്കന്മാർക്ക് ഷേവ് ചെയ്ത് കൊടുത്തൊരു കോൺഗ്രസ്സുകാരനുണ്ട്, ഞങ്ങൾ പേര് പറയാത്തത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ എന്ത് അസുഖത്തിൽ മരണപ്പെട്ടു എന്ന് ഞങ്ങൾ പറയാത്തത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണെന്നേ. നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ പണിക്ക് പോയിരുന്നത്, ആ പോയിരുന്നത് കൊണ്ടാണെന്നേ ആ അസുഖം വന്നത്. ആ മറ്റേ പണിക്ക് പോയ കോൺഗ്രസ്സുകാരൻ ആരാണെന്ന് ജിൻഡോയ്ക്ക് അറിയാം, ജിൻഡോയുടെ മുഖത്തുണ്ടത്. അപ്പോൾ ജിൻഡോ, ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത് എനിക്കൊരു മാന്യതയുണ്ട്. ഞാൻ ഇരിക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായിട്ടാണ്. ആ മര്യാദ ഞാൻ വായിൽ വരുന്ന പാട്ട് പോലെ പറഞ്ഞു തറവാട്ടിന്നല്ലേ എനിക്ക് തരുന്നത്. കയ്യിൽ വെച്ചേ താങ്കളുടെ അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ജിൻഡോയുടെ വെല്ലുവിളിയൊക്കെ ജിൻഡോയുടെ കയ്യിൽ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ ജിൻഡോ ഹാഷ്മി അയാൾ പറഞ്ഞ അല്ല ഹാഷ്മി ഞാൻ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളിൽ എന്റെ സ്റ്റാൻഡ് പറഞ്ഞതിന് ശേഷം അത് സൗകര്യത്തിന് മറുപടി പറയാൻ വന്ന ആളല്ല. ജിൻഡോയ്ക്ക് ആർജവം ഉണ്ടെങ്കിൽ ജിൻഡോ ആണ് ആദ്യം ഈ വിഷയം ഉന്നയിച്ചത്. ജിൻഡോ പറഞ്ഞ ഒളിസേവയ്ക്ക് പോയിട്ടുള്ള ആളുകളുടെ പേര് ജിൻഡോ എന്ന് പറയട്ടെ. ജിൻഡോ പറയുന്നതിന് മറുപടി പറയാനല്ലേ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? അത് ഹാഷ്മിയുടെ കയ്യിലിരിക്കും. ജിൻഡോ പറഞ്ഞതിന്റെ മുനയൊടിക്കാൻ വെറുതെ ഒരു വാചകം അടിച്ചിട്ട് പോയതാണോ? രാത്രി ഒളിസേവയ്ക്ക് പോയി ജിൻഡോ പറഞ്ഞതിന് മുനയൊടിക്കാൻ നന്ദു ഒരു വ്യാജം പറഞ്ഞതാണോ? വ്യാജം പറഞ്ഞതല്ലെങ്കിൽ പേര് പറ എന്നാ ജിൻഡോ പറയുന്നത്. അല്ല, ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർക്ക് വരെ അറിയില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ജിൻഡോയുടെ സൗകര്യത്തിന് പറയാനല്ല ഞാൻ പറഞ്ഞല്ലോ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് പോലെ അങ്ങനെ ഹാഷ്മിയും ജിൻഡോയും കൂടി ഒരു അലയൻസ് ഉണ്ടാക്കിയാൽ ആ ഹാഷ്മിയും ജിൻഡോയും ഒരു അലയൻസ് ഉണ്ടാക്കിയാൽ ആ അലയൻസിന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് വന്നിരിക്കുന്ന ആളല്ല ഞാനൊന്ന് നിങ്ങൾ പറയാനുള്ള മാന്യത ജിൻഡോയ്ക്കുണ്ടോ? പറയാനുള്ള മാന്യതയുണ്ടോ? നിങ്ങൾ പറയുന്നേ ഞാൻ ചോദിച്ചല്ലോ ജിൻഡോ താങ്കളാണ് ആദ്യം ഉന്നയിച്ചത്. അല്ല, ജിൻഡോയ്ക്ക് പേര് പറയാൻ തന്റെ ഏതോ സമര നേതാക്കളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. ജിൻഡോ ചോദിക്കുന്ന പേരങ്ങ് പറയുന്നു. നന്ദു ഈസിയായിട്ട് പേര് പറ. പേടിക്കാൻ എന്താ? കാവിപ്പട വാട്സാപ്പിൽ പഠിച്ചതല്ലെങ്കിൽ പേരങ്ങ് പറ. കാവിപ്പട വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന സാധനം കൊണ്ട് ചർച്ചയിൽ ഇറക്കല്ലേ? നന്ദു, കാവിപ്പട വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന സാധനം കൊണ്ട് ചർച്ചയിൽ ഇറക്കല്ലേ? വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാം ശരിയല്ല. ശ്രീ ആദർശിന്റെയും SFIയുടെയും ഐസയുടെയും AISFന്റെയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒന്നും പങ്ക് ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ആദർശ്, നിങ്ങളും നീറ്റിൽ ചോർച്ചയിൽ സമരം നടത്തിയിട്ടുണ്ട്, നിങ്ങളുടെയും തലയടിച്ച് പൊളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ഒരു സമര മൂവ്മെന്റ് ആക്കി മാറ്റിയത് ജന്തർ മന്ദറിൽ ഒത്തുകൂടിയ പാറ്റ പാർട്ടി എന്ന് പറയുന്ന യുവാക്കളാണെന്നതിൽ തർക്കം വേണ്ട. അവർ മുന്നോട്ട് വെച്ചൊരു ഭാഷയുണ്ട്. ആ ഭാഷ നമ്മൾ പുതിയ തലമുറയിൽ നിന്നും പരമ്പരാഗതമായി കൈമാറി വന്നൊരു ഭാഷയല്ല. അവർക്ക് സംവദിക്കാൻ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ തയ്യാറാക്കിയെടുത്ത രാഷ്ട്രീയ ഭാഷയാണ്. ആ രാഷ്ട്രീയ ഭാഷയ്ക്ക് വരുംകാല ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ പ്രസക്തി എന്താണ് ആദർശ്? മെയ് മാസം 12-ാം തീയതി പരീക്ഷ റദ്ദ് ചെയ്ത ദിവസം തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിലേക്ക്, പാർലമെന്റിന്റെ സമീപം ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിലേക്ക് സമരം നടത്തിയ സംഘടനയാണ് SFI. വലിയ നിലയിൽ പോലീസ് അതിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു. രാജ്യത്താകമാനം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു. സ്വാഭാവികമായി CJP
ഈ വിഷയം കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് സമര രംഗത്തേക്ക് വന്നു. CJP-യുടെ നേതൃത്വം ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ SFIയുടെ നേതൃത്വവുമായി സംസാരിച്ചു. ഞങ്ങളുടെ SFIയുടെ പിന്തുണ അവർക്ക് നൽകണമെന്ന നിലയിൽ അഭ്യർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് SFI നിരവധി ASF ഉൾപ്പെടെയുള്ള നിരവധി ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ആ സമരത്തോടൊപ്പം ചേർന്ന് നിന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിച്ച വിഷയം അത് ജനങ്ങൾ, ഇതിപ്പോൾ ഒരു നിമിഷം നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വിഷയം മാത്രമേ നമ്മൾ ചുരുക്കി കാണണ്ട. കഴിഞ്ഞ 12 വർഷത്തെ വിദ്യാർത്ഥി വിരുദ്ധ യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരായി ഉണ്ടായ സമരരൂപമാണ്. അതിൽ CJP വഹിച്ച പങ്ക് മെച്ചപ്പെട്ടതാണ്. ഈ പറയുന്നത് പോലെ വലിയ നിലയിൽ വിദ്യാർത്ഥികൾ എഫക്റ്റഡ് പാർട്ടീസ് അവിടെ വന്നു എന്നുള്ളതാണ്. അത് കേവലം ഒരു കൂട്ടായ്മയുടെയും കൂടെ വിജയമാണ്. നിരവധി വിദ്യാർത്ഥികൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം CJP-യുടെ വക്താവ് തന്നെ ഇവിടെ പറഞ്ഞു, ASF-ൻ്റെയും SFIയുടെയും ഇടപെടൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടൽ അവർ തന്നെ ട്വീറ്റ് ചെയ്യുകയുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു സമര ഐക്യത്തിൻ്റെ വിജയമാണ് ആകെ വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി ചെന്നത്. ഇപ്പോൾ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊണ്ട് അവസാനിക്കപ്പെടുന്ന ഒരു സമരം മാത്രമല്ല ഇത്. ഈ സമരം തുടരും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല. ഈ ക്രമക്കേടുകൾക്കെല്ലാം നേതൃത്വം നൽകിയ ഏജൻസി ഇപ്പോഴും തുടരുകയാണ്. ഈ ആകെ 25 സ്റ്റാഫുകൾ മാത്രമാണ് 65 ലക്ഷം വിദ്യാർത്ഥികൾ പ്രതിവർഷം പരീക്ഷ എഴുതുന്ന ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലുള്ളത്. അതും ഡെപ്യൂട്ടേഷനിൽ വന്ന സ്റ്റാഫുകൾ 73 പേരെ ഔട്ട്സോഴ്സ് ചെയ്ത് ടെമ്പററി സ്റ്റാഫുകളായിട്ട് അവിടെ നിയമിച്ചിരിക്കുകയാണ്. അതായത് ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷ കേവലം ആകെ പെർമനൻ്റ് ആയിട്ടുള്ള 25 പേരാണ് ഈ പരീക്ഷാ സംവിധാനം തന്നെ നടത്തുന്നത്. അപ്പോൾ രാജ്യത്തെ ഇന്ത്യ മാത്രമല്ല വിവിധ വിദ്യാഭ്യാസ വിഷയങ്ങളുണ്ട്. നമ്മുടെ കേന്ദ്ര സർവകലാശാലകളെ തകർത്തുന്ന നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ സ്കൂളുകളെ, സർക്കാർ സ്കൂളുകളെ പൂട്ടുന്നു, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുന്നു, പാഠപുസ്തകത്തിനകത്തേക്ക് വർഗീയത കുത്തിനിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ നിലയിൽ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊരു സമരത്തിന്റെ തുടക്കം മാത്രമായി നമ്മൾ കാണേണ്ടത്. വിദ്യാർത്ഥികളാകമാനം തന്നെ ഒറ്റക്കെട്ടായി ഈ വിദ്യാർത്ഥി വിരുദ്ധ ജനവിരുദ്ധ ഭരണാധികാരികളെതിരായി